ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ബ്രെഡ് പോക്കറ്റ് ആണ്. ഇതിനു വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. ബ്രെഡ് ഒരു 10 എണ്ണം, ബീഫ് കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അത് കുറച്ച്, വലിയ ഉള്ളി 1 ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കാബേജിന്റെ കഷ്ണം ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ഒരു 2 തണ്ട് മുറിച്ചെടുത്തത്, കാപ്സിക്കം ഒരു പകുതി ചെറുതാക്കി മുറിച്ചത്, മുട്ട 2 എണ്ണം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിസ്കിന്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ബ്രെഡ് പീസസ് നമുക്ക് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി വെക്കാം. ഇതിന് ബ്രെഡ് ക്രംസിന്റെ ആവശ്യമുണ്ട്, അത് ഞാൻ കാണിക്കാം. ബാക്കി വരുന്ന പീസ് ഞാൻ ഇതവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റിൽ ഫില്ല് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ചട്ടിയുടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അധികം വേണ്ട, കുറച്ച് മതി. ഇപ്പൊ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതില് ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് എരിവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ പോക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 2 ഡിസ്കുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് മുട്ടയില് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസില് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം.
നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പോക്കറ്റിന്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഈ തയ്യാറാക്കി വെച്ച മസാലയിൽ കുറച്ച് മയോണൈസും കുറച്ച് സോസും ചേർത്ത് മിക്സ് ചെയ്താല് ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിത് അവിടെ കുറച്ച് മയോണൈസും സോസും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോക്കറ്റിനകത്ത് ഈ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മള് ഇവിടെ ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.